നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കളവ് പറയുന്നവരെ കണ്ടുപിടിക്കാൻ ജോത്സ്യത്തിൽ വല്ല വഴിയുണ്ടോ? മഷിനോട്ടം കൊണ്ട് കാണാതായ കളവ് മുതൽ കണ്ടുപിടിക്കാൻ പറ്റും കുട്ടിയെ. എന്നാ പിന്നെ അതൊന്ന് പ്രയോഗിച്ച അനാഥയാണെന്ന് പറയുന്ന ഇവളുടെ നാടും വീടും കുടുംബവും കൂട്ടുകാരും എല്ലാം എന്തിന് ഇവളുടെ ജില്ല വരെ തെളിഞ്ഞു വരില്ലേ? വിഷ്ണു, ഇങ്ങ് വാ. ഇതാ എന്റെ മോൻ വിഷ്ണു. ഇരിക്കടാ. ഇതാ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. അല്ല, രണ്ടുപേരും ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് ചേർന്നിരിക്കൂ. ആദ്യം നോക്കേണ്ടത് രണ്ടുപേരുടെയും മനസ്സിന്റെ പൊരുത്തമാ. അതുണ്ടെങ്കിലേ മറ്റെന്ത് പൊരുത്തവും നോക്കിയിട്ട് കാര്യമുള്ളൂ. മോളെ, അങ്ങോട്ട് പോയിരിക്കേ. ഇരിക്കേ. സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പോലെ തന്നെ. ഇരുവരും ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് മറ്റൊരു നാരിയുടെ ആഗമനവും ശുഭലക്ഷണമാണ്. സത്യഭാമ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നല്ലപോലെ നടക്കും. നിമിത്തശാസ്ത്രം അതാണ് കാണിക്കുന്നത്. ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ജോലിച്ചത് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്നാ പിന്നെ ബാക്കി പൊരുത്തം നോക്കാലോ അല്ലേ? വിഷ്ണുവിന്റെ നക്ഷത്രം രേവതി, കാർത്തികയുടെ ജന്മനക്ഷത്രം കാർത്തിക, മേടം ഇടവം. ജനന സമയം എപ്പോഴാന്ന് കൂടി പറഞ്ഞോളൂ. അനാഥയാണെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാ ജനന സമയം പറയാ? എടുത്തു വളർത്തുന്നവര് ജനന സമയം നോക്കിയിട്ടല്ലോ കുട്ടികളെ എടുത്തു വളർത്തുന്നത്. സമയം പറയാതിരിക്കുന്നതാ ബുദ്ധി. ചിലപ്പോ ഇയാൾ അതും കൂടെ നോക്കി തന്റെ കഥകളൊക്കെ വിളിച്ചു പറഞ്ഞാലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. കുട്ടി, ജനന സമയം പറയൂ. മോളെ, പറഞ്ഞു കൊടുക്ക. അത് എനിക്കെന്റെ ജന്മസമയം അറിയില്ല. നാൾ പൊരുത്തം കുഴപ്പമില്ല. ജന്മസമയം കൂടി അറിയാതെ ജാതകം കുറിക്കാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ സത്യാമ്മ ചെയ്യുക? ജോത്സരെ, തെറ്റെന്റേതാ. കാർത്തിക ഒരു അനാഥയാണെന്നുള്ളൊരു കാര്യം ഞാൻ ജോത്സരിൽ നിന്നും മറച്ചു വെക്കരുതായിരുന്നു. കാർത്തിക ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു അനാഥാലയം പോലൊരു ആശ്രമത്തിലായിരുന്നു. അപ്പൊ പിന്നെ ജാതകം കുറിച്ച് പൊരുത്തം നോക്കാൻ ഇപ്പൊ എന്താണൊരു മാർഗം? ജോത്സ്യരെ, ആ
ഈ കളവ് പറയുന്നവരെ കണ്ടുപിടിക്കാൻ ജോത്സ്യത്തിൽ വല്ല വഴിയുണ്ടോ? മഷിനോട്ടം കൊണ്ട് കാണാതായ കളവ് മുതൽ കണ്ടുപിടിക്കാൻ പറ്റും കുട്ടിയെ. എന്നാ പിന്നെ അതൊന്ന് പ്രയോഗിച്ച അനാഥയാണെന്ന് പറയുന്ന ഇവളുടെ നാടും വീടും കുടുംബവും കൂട്ടുകാരും എല്ലാം എന്തിന് ഇവളുടെ ജില്ല വരെ തെളിഞ്ഞു വരില്ലേ? ഇത് എന്റെ മകന്റെ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങാ. ഇവിടേക്ക് നിന്നെ ആരും അഭിപ്രായം പറയാൻ വിളിച്ചില്ല. ഞാനിവിടെ നിൽക്കാൻ പാടില്ലെന്ന് വിഷ്ണുവേട്ടൻ പറയട്ടെ. എടാ വിഷ്ണു, ഇവളോട് ഇറങ്ങി പോകാൻ പറ. അമ്മേ, ഇതുപോലത്തെ ഓരോ ചടങ്ങുകളൊന്നും വേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നിട്ട് അമ്മ കേട്ടില്ലല്ലോ. അമ്മ എന്തിനാണ് അമ്മ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കെട്ടിയൊരുക്കി നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നേ? സത്യാമ്മേ, ഞാനിപ്പോ എന്താ വേണ്ടത്? നാളും പൊരുത്തം ഒന്നും നോക്കണ്ട. ജോത്സ്യന്റെ ഒരു മുഹൂർത്തം കുറിക്ക്. അതെന്ത് വർത്താനോ ഭാമ ഈ പറയുന്നേ? ഇവന്റെ ജീവിതം വെച്ചാണോ നീ അഹങ്കാരം കാണിക്കുന്നൊക്കെ? രാഘവേട്ട, ഒരു അനാഥ പെണ്ണിന് ഒരു ജീവിതം കൊടുക്കാൻ എന്റെ മകൻ തയ്യാറാ. ഒരു പൊരുത്തവും നോക്കാതെ ഞാനത് നടത്താനും പോവാ. ഒരു അനാഥയ്ക്ക് കൊടുക്കുന്ന ജീവിതത്തിന്റെ നന്മയിൽ ഉള്ള രാശിദോഷമൊക്കെ അങ്ങ് മാറിക്കോളും. അതിനാരാ അനാഥ? ഇവളോ? ഇവൾക്കൊരച്ഛനും അമ്മയുണ്ട്. അവരൊരുക്കിയ വിവാഹ നിശ്ചയ പന്തലിൽ നിന്നും അവരെ ധിക്കരിച്ച ഇറങ്ങിപ്പോന്നത് ഇവള്. ജയശങ്കർ എന്ന ചെറുപ്പക്കാരനാ ഇവളെ വിവാഹം കഴിക്കാനിരുന്നത്. ശരിയല്ലേടി? ഈ പറയുന്ന ജയശങ്കർ ഇവിടെ വന്നിട്ടുണ്ട്, ഒന്നല്ല 2 തവണ. ആദ്യം വന്നത് വിവാഹ നിശ്ചയ പന്തലിൽ നിന്നും അയാളെ ചതച്ചിട്ട് പോയ വഞ്ചകിയെ തിരക്കി. അന്ന് അയാള് കാണിക്കാൻ ശ്രമിച്ച ഫോട്ടോ ഇവിടെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് നോക്കട്ടെ സത്യമേ. ഈ കുട്ടിയോട് ഞാൻ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഞാൻ കാറിൽ വരായിരുന്നോ, അവിടെ വെച്ച് ഈ കുട്ടി ലിഫ്റ്റ് ചോദിച്ച് കൈ കാട്ടി. അന്ന് ആ ഫോട്ടോ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.